हम आज हिंदी शिक्षण के बारे में सोच रहे हैं। आपसे मेरा निवेदन यह है कि हमारी राष्ट्रभाषा हिंदी देश के 40% से अधिक लोग संपर्क भाषा से या मातृभाषा से बोल रहे हैं और पूरे के पूरे देश में बड़े बड़े शहर में, बंदरगाहों में, व्यापार स्थानों में हिंदी का प्रयोग दिन दुना रात चौगुना बढ़ रहा है। मतलब आज 2 है तो कल 4 बन जाता है। तो आइए, केरल के लोग हिंदी इतना ज्यादा तो पहचान नहीं पाते, क्यों? हिंदी हमारी देश भाषा के तौर पर पढ़ने का एक मौका बन जाए, हिंदी का माहौल पैदा करे। हिंदी का माहौल पैदा करने के लिए हिंदी का सुनना, श्रवण करना, बोलना, भाषण करना, वाचन करना और लिखना हिंदी के लिए, किसी भी भाषा के लिए पढ़ने का प्रथम कदम है, पहला कदम है, ആദ്യ ചുവടുവെപ്പാണ്. നമ്മുടെ ഭാഷ ഹിന്ദി നമ്മുടെ രാഷ്ട്രഭാഷ എന്ന നിലയിൽ പഠിച്ചു മുൻപോട്ട് പോകാൻ നമ്മുടെ രാജ്യത്തിന്റെ വിവിധ വലിയ വലിയ പട്ടണങ്ങളിലും കൂടുതൽ ഇടപഴകുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ 40%, 60%, 80%, ഒരുപക്ഷെ മുഴുവനും ഈ ദേശത്തിൽ ഹിന്ദിയാണ് ഏവരും ഉപയോഗിക്കുന്നത്. അത് നമ്മുടെ രാഷ്ട്രഭാഷയാണ്, ഔദ്യോഗിക ഭാഷയാണ്. അതുകൊണ്ട് തന്നെ ആ ഹിന്ദിയെക്കുറിച്ച് കുറച്ച് പരിചയപ്പെടാം എന്നതുകൊണ്ട് നമ്മളിവിടെ ഹിന്ദിയുടെ ഒരു പഠന ക്ലാസ് തയ്യാറാക്കാൻ വേണ്ടി എന്റെ പ്രിയ ടീച്ചർ ഇത് ആവശ്യപ്പെട്ടിരുന്നു. അതനുസരിച്ച് ഒരു ചെറിയ ക്ലാസ് സംഘടിപ്പിക്കുക എന്നതാണ് നമ്മൾ ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഹിന്ദി പഠിക്കണമെങ്കിൽ കേവലമായ ഒരു ഭാഷ പഠിക്കാൻ നമുക്ക് പറ്റില്ല. അത് പഠിക്കണമെങ്കിൽ അതിന് ഏതെങ്കിലും ഒരു വ്യവഹാര രൂപത്തിലൂടെ കൊണ്ടുപോകണം. അപ്പോൾ അതിൽ ഏറ്റവും ഉചിതമായ ഒരു വ്യവഹാര രൂപം നമുക്ക് തിരഞ്ഞെടുക്കാം. ആ തിരഞ്ഞെടുക്കുന്ന ഒരു വ്യവഹാര രൂപം എന്നുള്ളതിൽ നമുക്ക് ഒരു സാമൂഹ്യ നാടകം എന്ന നിലയിൽ നമുക്ക് ചന്ദ്രഗുപ്ത വിദ്യാലങ്കാറിന്റെ അശോക് എന്ന നാടകത്തെ എടുക്കാം. അശോക ചക്രവർത്തിയെ പറ്റി കേട്ടിട്ടില്ലാത്ത ആളുകൾ നമ്മുടെ ഭാരതത്തിൽ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. നമ്മുടെ നാണയങ്ങളിലൊക്കെ കാണുന്ന അശോക സ്തംഭം കണ്ടിരിക്കും. പിന്നെ കലിംഗ യുദ്ധത്തിലൂടെ 25 വർഷക്കാലത്തോളം വാള് അരയിൽ നിന്ന് എടുക്കാതെ അഹിംസയിലൂടെ മാത്രം ഭരണം നടത്തിയ, ബുദ്ധമത ആശയങ്ങളിൽ മാത്രം ഊന്നി നിഷ്കാമകർമ്മിയായി തീർന്ന മഹാനായ അശോക ചക്രവർത്തി പിൽക്കാലത്ത് വന്ന എല്ലാ ചക്രവർത്തിമാർക്കും നമ്മുടെ ആധുനിക ഭരണകർത്താക്കൾക്കും ഒരു മാർഗദർശിയായി തീർന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഭാരത ചക്രവർത്തി എന്ന നിലയിൽ തന്നെ അശോകനെ നാം വാഴ്ത്തുന്നത്. നമുക്ക് ബിന്ദുസാര ചക്രവർത്തി എന്ന് കേട്ടിരിക്കും, ചന്ദ്രഗുപ്തൻ രണ്ടാമൻ എന്ന് കേട്ടിരിക്കും. അവരുടെ പരമ്പര വംശത്തിലെ ബിന്ദുസാര ചക്രവർത്തിയുടെ രണ്ടാമത്തെ മകനാണ് അശോകൻ. സാമ്രാട്ട് अशोक के नाम से हम इसे जानते हैं. तो आइए, चंद्रगुप्त विद्यालंकार का एक सामाजिक नाटक है अशोक. अशोक नाटक का बड़ा पात्र है സാമ്രാട്ട് അശോക്. നമുക്ക് നാടകത്തിലേക്ക് കടന്നു പോകാം. ഇടയ്ക്കിടെ ഭാഷാപരമായ കാര്യങ്ങൾ സമന്വയിപ്പിച്ചുകൊണ്ട് പഠിക്കുന്ന രീതിയാണ് നല്ലത്. അശോക ചക്രവർത്തിയെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. അശോക് ബച്ചുപ്പൻ കുട്ടിക്കാലം. പെൻ എന്ന് പറഞ്ഞാൽ അതിന്റെ നാമവാചക രൂപമാണ്. ചോട്ടെ പെൻ ചെറുപ്പം, ചെറുപ്പകാലം. ബാൽ പെൻ ബാല്യകാലം. ബച്ചുപ്പൻ കുട്ടിക്കാലം. ചോട്ട ചെറുത് വിശേഷണമാണ്. ചോട്ട, ചോട്ടെ, ചോട്ടി എല്ലാം എന്താണ്? ചെറുത് എന്ന വിശേഷണമാണ്. देखो ये छोटा पाठ है, ചെറിയ പാഠമാണ്. देखो ये छोटी कहानी है, ചെറിയ കഥയാണ്.
देखो ये छोटी बात है, ചെറിയ കാര്യമാണ്. ये छोटे लड़के है, ചെറിയ കുട്ടികളാണ്. അപ്പോ എങ്ങനെയാണോ അത് കഴിഞ്ഞു വരുന്നത്, ഏകവചനം പുല്ലിംഗമാണെങ്കിൽ, ബഹുവചനം പുല്ലിംഗമാണെങ്കിൽ, സ്ത്രീലിംഗമാണെങ്കിൽ ആ രീതിയിലാണ് മാറുന്നത്. അപ്പോ ആദ്യം ഛോട്ടാ ലടുക്ക, ഒരു കുട്ടി. ഛോട്ടെ ലടുക്കെ, ചെറിയ കുട്ടികൾ. ഛോട്ടി ലടുക്കി, ചെറിയ പെൺകുട്ടി. ഛോട്ടി ലടുക്കിയാം, ചെറിയ പെൺകുട്ടികൾ. तो देखो उसका छोटेपन അതിന്റെ ചെറുപ്പം, उसका बालपन അതിന്റെ ചെറുപ്പം, छोटी उम्र में, उम्र वयस्स, छोटी आयु में, छोटे साल बालपन में. अशोक बड़ा नटखट लड़का था, विकृति है, नटखट विकृति. तो देखो तुम्हारा जो बच्चा नटखट चल रहा है, നിങ്ങളുടെ കുട്ടി വികൃതി കളിക്കുന്നുണ്ടോ? നടുക്കട്, നടുക്കട്, വിക്കറ്റ്, വികൃതിയാണ്. അപ്പൊ ദേഖോ ആ സമയത്ത് അദ്ദേഹത്തിന്റെ കഥയിൽ വരുന്നതായ 2-3 കഥാപാത്രങ്ങളുണ്ട്. സുമൻ, അശോക്, തിഷ്യ. തക്ഷശിലയിലെ അക്രമങ്ങളെ അമർച്ച ചെയ്യാൻ വേണ്ടി യുവരാജാവായ സുമൻ അശോകിനെ തക്ഷശിലയിലേക്ക് അയക്കുന്നു. തബ് ഉസ്നെ ക്യാ കഹാ മാലൂം ഹെ, അദ്ദേഹം എന്താണ് പറയുന്നത്? വോ ക്യാ ബോൽ രഹാ ഹെ, അയാൾ എന്താണ്, അവൻ എന്താണ് പറയുന്നത്? വോ അവൻ, ബോൽ രഹാ ഹെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, രഹാ രഹേ രഹി ചെയ്തുകൊണ്ടിരിക്കുന്നു. ചൽ രഹാ ഹെ, ആ രഹാ ഹെ, ദേ രഹാ ഹെ, ലിഖ് രഹാ ഹെ, പഠ് രഹാ ഹെ, ചുൻ രഹാ ഹെ, मैं जा रहा हूं, ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നു. ഐ എം ഗോയിങ്, ING ഫോം ഓഫ് ദ വർഡ്, ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നു. मैं लिख रहा हूं, ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നു. मैं പഠ് रहा हूं, ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ നമ്മൾ പറയുമ്പോൾ രഹ എന്ന് ചേർത്തിട്ടുള്ളത് തുടർന്നുകൊണ്ടേയിരിക്കുന്ന ഒരു ക്രിയ, ഒരു പ്രക്രിയയാണ്. ദേഖോ വോ ആ രഹാ ഹെ, അവൻ വരുന്നുണ്ട്. ദേഖോ ആദ്മി ആ രഹാ ഹെ, ഒരാൾ വരുന്നുണ്ട്. രാം ചൽ രഹാ ഹെ, രാമൻ പോകുന്നു. സീത ജാ രഹി ഹെ, സീത പോയിക്കൊണ്ടിരിക്കുന്നു. ദേഖോ വേ ആ രഹേ ഹെ, അവർ വന്നുകൊണ്ടിരിക്കുന്നു. तक्षशिला के विद्रोह को देखने के लिए, उसका दमन करने के, दमन करना इलाक, दमन करने के लिए अशोक को वहां भेजना चाहता है युवराज सुमन. യുവരാജാവായ സുമൻ അശോകിനെ തക്ഷശിലയിലെ അക്രമം അമർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് അയക്കുന്നു. അപ്പോ അശോക് പറഞ്ഞത്, ഞാൻ പറഞ്ഞില്ലേ വികൃതിയായിരുന്നു, നടുക്കടായിരുന്നു. അവൻ പറഞ്ഞത് എന്താണ്? അദ്ദേഹം പറഞ്ഞത്, ഓ വഹാം കെ വിദ്രോഹമേ ബച്ചോം കാ ഖിൽവാഡ് സമജ്താ ഹൂം, കുട്ടികളുടെ ഒരു കളിയായിട്ട് ഞാൻ കാണുന്നു. ബച്ചോം കാ ഖിൽവാഡ്, ഖേൽന കളിക്കുക, ഖിൽവാഡ് കളി തമാശകൾ, കുട്ടികളുടെ കളിതമാശകളായിട്ട് മാത്രമേ ഞാൻ അതിനെ കാണുന്നു. തക്ഷശിലയിലെ അക്രമത്തെ അമർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം തക്ഷയിലേക്ക് പോയി. അദ്ദേഹം അവിടെ എത്തുമ്പോൾ അവിടെ ജനങ്ങളാകെ ഇളകിയിരിക്കുകയാണ്. എല്ലാവരും അശോക് അക്രമിയാണ്, അശോകിനെ കൊല്ലണം, അശോക് ഇങ്ങോട്ട് വരരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും പറയുകയാണ്. നാട്ടുകാരുടെ നാവ് പലതരത്തിലാണ്. നമുക്കറിയാം, ദുനിയാ സോതീത്തിയിലേക്ക് ദുനിയാക്കി ജീവ് ജഗത്തി രഹ്തീത്തി എന്നൊരു ചൊല്ലുണ്ട്. ലോകം ഉറങ്ങുകയാണെങ്കിലും ലോകത്തിന്റെ നാവ് ഉണർന്നിരിക്കും. നമ്മൾ പരസ്പരം ഓരോന്ന് പറയാൻ വേണ്ടി കാക്കുന്നതിനെ പറ്റിയാണ് നമ്മളത് പറഞ്ഞത്. ചെറിയ ചെറിയ പോരായ്മകളും തെറ്റുകൾ പോലും ഈ പർവ്വതീകരിച്ച് പറയാൻ വേണ്ടിയിട്ട് കുറെ ആളുകൾ എന്ത് ചെയ്യുന്നു, അവരുടെ സമയം അതിനു വേണ്ടി ചെലവഴിച്ചേക്കും. അതൊരു തെറ്റായ കാര്യമാണ്. അതുകൂടി നമ്മൾ മനസ്സിലാക്കണം. ദുനിയാ സോതീത്തി, ദുനിയ ലോകം ഉറങ്ങുകയായിരുന്നു. ലേക്കിൻ ദുനിയാക്കി ജീവി ലോകത്തിന്റെ നാവ് ഉണർന്നിരിക്കുന്നു പറയാറുണ്ട്. ഉസീ പ്രകാർ ലോക് സഭ ഇക്കട്ടെ ഹുയേ ഹെ, ഇക്കട്ടെ ഹുയേ ചേർന്നിരിക്കുന്നു. ഇക്കട്ടാ ഹോന സമ്മേളിക്കുക, सम्मिलित हुए. तो क्या है उनके बीच में अशोक कहाँ गए? अशोक, तब अशोक वहां आ गया. एक छोटा बच्चा है, एक छोटा लड़का, एक युवक है.
एक युवक के रूप में अशोक वहां एक സൈനിക വേഷമേ एक आदमी आ गया. ഒരു സൈനിക വേഷത്തിലാണ് അവിടേക്ക് ചാടി വീണത്. ആ ജനക്കൂട്ടത്തിന് നടുവിലേക്ക് അശോക് ഒരു സൈനിക വേഷത്തിൽ ചാടി വീണു. ഇതാരാണ്? എല്ലാവരും അത്ഭുതത്തോടെ നോക്കി. ഓ, ജാസൂസ് ഹേ, രഹസ്യ പോലീസായിരിക്കാം. നഹി, അക്രമിയായിരിക്കാം. ജോബി ഹോസെ മാർനാ ഹേ. എന്തായിരുന്നാലും അപ്പോ അശോക് പറഞ്ഞു, ഹേ സുനോ, കേൾക്ക്, നിൽക്കവിടെ. ആയിരക്കണക്കായ ജനങ്ങൾ കൂടിയിരിക്കുന്ന സ്ഥലത്താണ് അദ്ദേഹം പറയുന്നത്. അവിടെ നിൽക്കൂ. തുമ്മേസേ നിങ്ങളിൽ, തുമ്മേ മേ എന്ന് പറഞ്ഞാൽ ഇൽ, ഹാത്ത് മേ കയ്യിൽ, ജേബ് മേ പോക്കറ്റിൽ, മേസ് മേ മേശയിൽ, കിതാബ് മേ പുസ്തകത്തിൽ, ഇൽ എന്നർത്ഥം. തുമ്മേ നിങ്ങളെ, നിങ്ങളിൽ ആരെങ്കിലും, തുമ്മേസേ നിങ്ങളിൽ നിന്നും, സേ എന്ന് പറഞ്ഞാൽ ഇൽ നിന്ന്. അപാദാൻ കാരക്കത്തോടെ, കാരക്കിനെ പറിച്ച് നമുക്ക് വ്യാകരണം പ്രത്യേകിച്ച് പഠിക്കാം. അപാദാൻ കാരക്കാണ്. തുമ്മേസേ നിങ്ങളിൽ നിന്ന്, തുമ്മേസേ കിസീനെ ആരെങ്കിലും, കോയി ആരെങ്കിലും എന്നതുള്ളതിന്റെ കൂടെ നേ എന്ന പ്രത്യയം ചേരുമ്പോഴാണ് കോയി പ്ലസ് നേ, കിസീനെ ആരെങ്കിലും. തുമ്മേസേ കിസീനെ അശോകോ ദേഖ, കണ്ടിട്ടുണ്ടോ? നിങ്ങളിൽ ആരെങ്കിലും അശോകനെ കണ്ടിട്ടുണ്ടോ? ആയിരക്കണക്കായ ആളുകളോട് അശോകൻ തന്നെയാണ് ചോദിക്കുന്നത്. നഹി, കിസീനെ നഹി, ആരും കണ്ടിട്ടില്ല. तो शायद वो तुम्हारे सामने आया तो तुम पहचान सकते हो. शायद ഒരുപക്ഷെ तुम्हारे सामने आया, നിങ്ങളുടെ മുൻപിൽ വന്നാൽ, तुम पहचान सकते हो, നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുമോ? नहीं पहचान सकते, पहचानना തിരിച്ചറിയാൻ, नहीं पहचान सकते, തിരിച്ചറിയാൻ പറ്റില്ല. तो जिस व्यक्ति को तुमने नहीं देखा है, जिसको तुम अभी तक कुछ भी नहीं किया है, तो तुम्हारा जो दुश्मन कैसे बनता है. നിങ്ങൾ ഇതുവരെ കാണാത്തൊരു വ്യക്തി, നിങ്ങളോട് ഇതുവരെ സംസാരിക്കാത്തൊരു വ്യക്തി, കണ്ടാൽ പോലും നിങ്ങൾക്ക് അറിയാത്തൊരു വ്യക്തി നിങ്ങളുടെ ശത്രുവാണെന്ന് എങ്ങനെ പറയും? तो देखो इस रास्ते में कई लोग तो आते जाते हैं, गाड़ियां तो आती है. ഇവിടെ ആളുകൾ, റോഡിലൂടെ ആളുകൾ ഇങ്ങനെ ഇഷ്ടം പോലെ പോകുന്നു. उसमें से किसी से हमारा पहचान नहीं तो वो हमारा दुश्मन कैसे होता है. അവർ നമ്മുടെ ഇടയിൽ ഇല്ലെന്ന് കരുതിയിട്ട് നമ്മളെ ശത്രുവാകുന്നത് എങ്ങനെയാണ്? നമ്മളോട് മിണ്ടിയില്ല, എന്നോട് അദ്ദേഹം മിണ്ടിയില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് അദ്ദേഹത്തെ ശത്രുവാണെന്ന് പറയാൻ പറ്റുമോ? അപ്പോ അശോക് ചോദിച്ചു, തുമ്മേസെ കിസീനെ അശോകോ ദേഖാ ഹേ, നിങ്ങളിൽ ആരെങ്കിലും അശോകനെ കണ്ടിട്ടുണ്ടോ? നഹി. तो किसी ने नहीं देखा थे तो तुम कैसे कह सकते हो तुम्हारा दुश्मन है. ये भेदी है, ये जासूस है, इसी प्रकार का ही लोग बोल रहे हैं. तब अपने जेब से, अपने वस्त्र के अंदर से वो अपना राजपट आसमान की ओर दिखाकर തന്റെ രാജ മുദ്രയാകുന്നതായ ടവൽ ആകാശത്തേക്ക്, വാനിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നു, സുനോ മേ ഹി അശോകഹും, ഞാനാണ് അശോകൻ. അപ്പൊ ജനങ്ങളെല്ലാം ക്യാ സോച്ചത്താ ഹെ, അവർ ഒന്ന് ചിന്നിച്ചിതറി പോവുകയാണ് അവരുടെ മനസ്സ്. ഉൻകാ മൻ തിതർ ബിതർ ഹോ രഹാ, തിതർ ബിതർ ഹോ ജാന, ചിന്നിച്ചിതറി പോവുക. ഉൻകാ മൻ ഏകാഗ്രനീഹി ഹോത്ത, അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരു മനസ്സാവുന്നില്ല. പലരും പലതരത്തിലായി പോയി. അപ്പോ സമാജ് ഐസാഹെ, സമൂഹം അങ്ങനെയാണ്. സമൂഹത്തിൽ തന്ത്രപരമായിട്ട് ഒരാൾ വന്ന് വീണാൽ അദ്ദേഹം ചെയ്യുന്നതിനെ കുറിച്ച് ആർക്കും നിയന്ത്രിക്കാൻ പറ്റില്ല. ജനങ്ങളുടെ വാക്ക് തെക്കാണ്, വടക്കാണ്, കിഴക്കാണ്, പടിഞ്ഞാറാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ആക്രമിക്കാൻ ഓടാൻ തയ്യാറായിരുന്ന ജനതയ്ക്ക് മുൻപിലേക്ക് അദ്ദേഹം നേരിട്ട് വന്ന് വീണപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയാതെ അവർ ഇതി കർത്തവ്യതാമൂഢരായിപ്പോയി, ഒന്നും ചെയ്യാൻ കഴിയാത്തവരായിപ്പോയി, ഒരു പെർപ്ലക്സിറ്റിയിലായി. അപ്പോഴാണ് അദ്ദേഹം പറയുന്നത്, സുനോ മേ തുമാരാ കോയി ദുശ്മൻ നഹി, ഞാൻ നിങ്ങളുടെ ശത്രുവല്ല. നിങ്ങളുടെ ബിന്ദുസാര ചക്രവർത്തിയെ പറ്റി നിങ്ങൾ ഓർമ്മിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അതേ ഓർമ്മിച്ചിട്ടുണ്ട്. നിങ്ങൾ ചന്ദ്രഗുപ്തം രണ്ടാമനെ കുറിച്ച് ഓർമ്മിച്ചിട്ടുണ്ടോ? രാജ്യത്തിന്റെ സമുന്നതനായ ഭാരതത്തിന്റെ സാമ്രാട്ടായിരുന്നു ചന്ദ്രഗുപ്ത മൗര്യൻ. അദ്ദേഹത്തെ കുറിച്ച് ഓർമ്മിച്ചിട്ടുണ്ടോ എന്ന്. അപ്പോഴാണ് എല്ലാവരും സാമ്രാട്ട് കി ജയ് ഹോ, സാമ്രാട്ട് കി ജയ് ഹോ, സാമ്രാട്ട് നീണാൾ വാഴട്ടെ, ബിന്ദുസാര ചക്രവർത്തി നീണാൾ വാഴട്ടെ, നിങ്ങൾ പറയൂ ഞാൻ നീണാൾ വാഴട്ടെ എന്ന് പറയൂ എന്ന്. അശോക് നീണാൾ വാഴട്ടെ, അശോക് നീണാൾ വാഴട്ടെ എന്ന് എല്ലാവരും എന്താണ്, അശോക് കി ജയ് ഹോ എന്ന് എല്ലാവരും കാഹളം മുഴക്കിക്കൊണ്ട്
ഒരു നിമിഷം കൊണ്ട്, ഒരു പക്ഷെ ഒരു മിനിറ്റ് കൊണ്ട്, ഒരു പക്ഷെ ഒരു അരമണിക്കൂർ കൊണ്ട് അശോക ചക്രവർത്തി ആവുന്നതിന് മുൻപ് അശോക് എന്ന യുവാവ് ആ നാട് മുഴുവനും വന്നിരിക്കുന്ന വിവിധ രീതിയിലുള്ളതായ ആയിരക്കണക്കിന് ആളുകളെ കയ്യിലെടുക്കുന്നു. അത്രയും തന്ത്രജ്ഞനാണ്. അങ്ങനെ നമ്മൾ ഭരണത്തിൽ പല തന്ത്രജ്ഞന്മാരെ കാണാം. तो देखो मैं हिंदी में बोलता हूं मैं बोलता हूं तो देखो बोलता हूं. താ രൂപമാണ് നമ്മൾ സ്വതവേ പറയാറ്. അതാണ് ഞാൻ പ്രത്യേകമായിട്ട് താ എന്ന് പറയുന്നത് സിമ്പിൾ പ്രസന്റ് രൂപമാണ്. ചൽത്ത, പഠിത്ത, ആത്ത, ദേഖത്ത, മൽത്ത, കർത്ത, സോച്ചിത്ത, ലിഖിത്ത, ഇങ്ങനെ ഓരോന്നും നമ്മൾ ചെയ്യുന്നു എന്നത് താ രൂപം. അപ്പൊ ലിഖ്ന എന്നാണ് ക്രിയ, പഠന എന്നാണ് ക്രിയ, സോച്ച് ന എന്നാണ് ക്രിയ, ആ ന എന്നാണ് ക്രിയ. അതിൽ നല്ല ന മാറ്റിയാൽ ബാക്കി കിട്ടുന്നതിന് വെർബ് ഇൻഫിനിറ്റീവ് എന്ന് പറയും. ക്രിയാധാതുവിന്റെ ഭാഗമാണ് വെർബ് ഇൻഫിനിറ്റീവ്. അതിന്റെ കൂടെ നമ്മൾ കാലത്തിനനുസരിച്ച് യോജിപ്പിക്കുന്നതായ പദശകലങ്ങളാണ് രഹ എന്നോ താ എന്നോ പല രൂപങ്ങളും. അപ്പോ ചൽത്ത, ചൽന എന്നത് ക്രിയ. ചൽ എന്നുള്ളതിന്റെ കൂടെ ന ഒഴിവാക്കിയിട്ട് താന്ന് ചേർത്താൽ സാമാന്യ വർത്തമാനകാലം. ചൽ എന്നുള്ളതിന്റെ കൂടെ ന ഒഴിവാക്കിയിട്ട്, ചൽനാലെ ന ഒഴിവാക്കിയിട്ട് രഹ എന്ന് ചേർക്കുമ്പോൾ ചൽ രഹ, അത് താൽക്കാലിക വർത്തമാനകാലം, അതായത് കണ്ടിന്യൂസ്, പ്രസന്റ് കണ്ടിന്യൂസ്. അപ്പോ ചൽ എന്നുള്ളതിന്റെ കൂടെ ഏക എന്നോ അത് വ്യത്യസ്ത രൂപത്തിലുള്ള ഓരോന്ന് വരുമ്പോൾ എന്താണ് ഭാവി കാലം വരും. അതേപോലെ തന്നെ ചല മുൻപിൽ ദീർഘിട്ടാൽ ഭൂതകാല രൂപം വരും. ഇങ്ങനെ പല രൂപത്തിലുള്ള. ഇതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. മേ ചൽത്താഹു, മേ ചൽത്താഹു, മുझे चलने दो. मैं जाता हूं, मुझे जाने दो. मैं कहता हूं, मुझे कहने दो. कहने दो വിട്ടേക്കൂ, തരൂ. ലെറ്റ് മീ ടെൽ, എന്നെ പറയാൻ അനുവദിക്കൂ. അതാണ് മുझे जाना है, मुझे जाने दो, എന്നെ പോകാൻ അനുവദിക്കൂ. मुझे आने दो, എന്നെ വരാൻ അനുവദിക്കൂ. मुझे करने दो, എന്നെ ലെറ്റ് മീ ഡു, എന്നെ ചെയ്യാൻ അനുവദിക്കൂ. അങ്ങനെ ഓരോന്നും പറയുന്നതിനെയാണ് നമ്മൾ പറയുന്നത്. ഞാൻ ചൽത്താ രൂപം തന്നെയാണ് ഞാൻ ഈ ക്ലാസ്സിൽ പ്രത്യേകിച്ച് ഊന്നൽ കൊടുത്ത് പറയുന്നത്. അപ്പോ താ എന്നുള്ളത് ചൽന എന്നത് ക്രിയ, ന ഒഴിവാക്കിയാൽ ക്രിയാധാതു, വെർബ് ഇൻഫിനിറ്റീവ്. അതിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, രഹ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് മോഡലായി, താ എന്ന് പറയുമ്പോൾ സിമ്പിൾ പ്രസന്റ് ആയി, ചൽത്ത. അപ്പോ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ ചെയ്യേണ്ടത് ഒരു ക്രിയ, ഒരു 5-10 ക്രിയകൾ എഴുതിയിട്ട് ആന, ദേന, മൽന, കർണ, സോചന, പഠന, ലിഖിന, ചഠിന, തൈർന, കഹിന, അങ്ങനെ വ്യത്യസ്ത ക്രിയകളുണ്ട്. ഈ ക്രിയകളുടെ നാ രൂപം എടുത്തു മാറ്റിയാൽ ബാക്കി കിട്ടുന്നത് ക്രിയാധാതുവാണ്. ആ ക്രിയാധാതുവിന്റെ കൂടെ താ എന്ന് ചേർത്താൽ കെഹുത്ത, ആത്ത, മൽത്ത, മൽന കഴുകുക, മൽത്ത, പഠിത്ത വായിക്കുക, പഠിത്ത, സോച്ചിത്ത ചിന്തിക്കുക, തൈർത്ത നീന്തുക, തൈർന, ഒക്കെ എന്താണ് താ രൂപം ചേർത്തുകൊണ്ട് എന്താണ് ഈ വാക്ക് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ താ രൂപം ചേർത്തുകൊണ്ട് നിങ്ങൾ ഈ ക്രിയകൾക്ക് ചേർത്തെഴുതുകയാണ് വേണ്ടത്. നിങ്ങൾ പറയുമ്പോൾ എന്താണ്, ദേഖോ ഞാനൊരു 10 സെന്റൻസ് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ക്ലാസിന്റെ രൂപം ഉണ്ടാക്കുക. എന്താണ്, രാം ആത്താഹെ, ഗോപാൽ ആത്താഹെ, കബീർ ആത്താഹെ, റഹീം ആത്താഹെ, ജോസഫ് ആത്താഹെ. അതൊക്കെ പുല്ലിംഗം ഏകവചനായതുകൊണ്ടാണ് ആത്ത എന്ന് പറഞ്ഞത്. तो देखो സ്ത്രീലിംഗങ്ങളാണെങ്കിലോ റംല ആത്തിഹെ, രോഹിണി ആത്തിഹെ, വിമല ആത്തിഹെ, നജ്മ ആത്തിഹെ. അങ്ങനെ എന്താണ് ഫീമെയിൽ രൂപമാണെങ്കിൽ തീ എന്ന് വരുന്നു. तो देखो യഹാം ഏക് കഹാനി ചൽത്തി ഹെ, ഇവിടെ ഒരു കഥ നടക്കുന്നു. കഥ എന്ന് പറയുന്ന വാക്ക് സ്ത്രീലിംഗം. അതും കൂടി പറയാണ്, മറ്റു ഭാഷയിലെ പോലെയല്ല ഹിന്ദിയിൽ സ്ത്രീലിംഗവും പുല്ലിംഗവും മാത്രമേ ഉള്ളൂ. അപ്പൊ ചില വാക്കുകൾ സ്ത്രീലിംഗത്തിലോ ചില വാക്കുകൾ പുല്ലിംഗത്തിലോ ആയിരിക്കും. ഇപ്പൊ കഹാനി എന്ന വാക്ക് ഈ കാരം വരുന്നത് മിക്കവാറും എന്താണ് സ്ത്രീലിംഗമാണ്. പാനി എന്നത് പുല്ലിംഗമാണ്, അത് വേറെ കാര്യം, അത് പിന്നീട് പറയാം. അപ്പൊ എന്താണ് കഹാനി ചൽത്തി ഹെ, എന്താണ് ഇവിടെ ഒരു കഥ നടക്കുന്നു. രാം ജാത്താ ഹെ, സീത ചൽത്തി ഹെ, സീത ജാത്തി ഹെ, ജാതി ഹെ എന്ന് വരും, താരൂപം വരും. ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിലുള്ളതായ കാര്യമാണ് നമ്മൾ ഈ പ്രാവശ്യത്തെ ഈ ക്ലാസ്സിനെ പറ്റി താരൂപം വേണ്ടത്.